പയറിൽ നിന്നാണല്ലോ ഒരു വഴക്കുണ്ടായത്. സീസൺ 7 തുടങ്ങിയ അന്ന് മുതൽ കിച്ചണിൽ വഴക്കാണ്. കിച്ചണിൽ വഴക്ക് കഴിഞ്ഞ ഒരാഴ്ചയുമില്ല. ഇപ്പോൾ ഇതൊരു പയറിന് വേണ്ടിയാണ് കിച്ചണിലെ വഴക്ക്. അത് സാബുമേനാണ് തുടങ്ങി വെച്ചത്. ലാലേട്ടൻ അതേക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഇത്ര നീ കഴിച്ചാൽ മതിയെന്ന് എന്നോട് പറഞ്ഞു. ശരിക്കും സാബുമേൻ അന്ന് ആവശ്യത്തിൽ കൂടുതലുള്ള പയർ കൊടുത്തിരുന്നു. അനീഷ് സാബുമേൻ്റെ പ്ലേറ്റിൽ ആവശ്യത്തിൽ കൂടുതലുള്ള പയർ കണ്ടിരുന്നു. പക്ഷേ സാബുമേൻ അത് പോരാ, ഇനിയും വേണമെന്ന് പറഞ്ഞപ്പോൾ സാബുമേൻ്റെ കൂടെ ആദിലയും കൂടിയതാണ്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ലാലേട്ടാ. ശരിക്കും പറഞ്ഞാൽ അന്ന് അനുമോളെടുത്ത് ന്യായമുണ്ട്. കാരണം അനുമോൾക്ക് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കിച്ചണിൽ ഭക്ഷണം ഉണ്ടായി കഴിഞ്ഞാൽ അത് കൃത്യം ആൾക്കാർക്ക് വിളമ്പി കൊടുത്താൽ മാത്രമേ അനുമോൾക്ക് തൃപ്തിയാവും. വേറെ ആരെയും വന്ന് എടുത്താൽ അനുമോൾക്ക് ശരിയാണ്. വിളമ്പാൻ നിൽക്കുമ്പോഴാണ് ഭയങ്കര പ്രശ്നം. അതാണ് ഇപ്പോൾ ലാലേട്ടൻ പറഞ്ഞത്. അനുമോൾ വിളമ്പാൻ നിൽക്കുമ്പോഴാണ് പ്രശ്നം. അനുമോൾ ഉണ്ടാക്കുന്ന പാചകമൊക്കെ അടിപൊളിയാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. വിളമ്പാൻ നിൽക്കുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ വരുന്നത്. അനുമോൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവിടെ പാചകം ചെയ്ത് അവിടെ വെച്ചാൽ മതി, അനുമോൾക്ക് ആവശ്യമുള്ളത് അടുത്ത് അനുമോൾക്ക് പോകാം. പക്ഷേ അനുമോൾ വിളമ്പി കൊടുക്കുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത്. എന്തൊക്കെയാ പറഞ്ഞ അന്ന് ആദില തുടങ്ങി വെച്ചതാണ്. സാബുമേനെ ഏറ്റുപിടിച്ച ഒരു പ്രശ്നം വലിയൊരു വഴക്കിലേക്ക് പോവുകയും ആദില നൂറ അനുമോൾ കൂട്ടുകെട്ട് പിരിയുകയും ചെയ്തു. പിന്നീട് അവർ കൂട്ടുകെട്ട് ഒന്നാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഇവറ്റകൾക്ക് നാണമില്ല. എന്തായാലും ഇന്നത്തെ പ്രമോയിൽ ഈ എപ്പിസോഡിൽ പൊളിച്ചിരിക്കുന്ന നെവിന നാണല്ല ഏറ്റിയൊക്കെ പയറിനും അതിനും ഇതിനൊക്കെ അടിപൊളി. ഇതാരാണ് പറയുന്നത് നോക്കണം. കിച്ചണിൽ ഏറ്റവും കൂടുതൽ കളവ് നടത്തിയ ഒരാളാണ് പറയുന്നത്. പ്രതിവിധി എന്താണ്? ഇവനിവിടെ കുക്കിംഗ് ലാലേട്ടൻ നെവിൻ്റെ അടുത്ത് തന്നെ ചോദിക്കുകയാണ് ഇതിനൊരു പ്രതിവിധി എന്താണ്. അപ്പം നെവിൻ പറയുന്നത് ഇനി ഇവിടെ കുക്കിങ്ങേ വേണ്ടാന്ന്. കാരണം ബിഗ് ബോസ് ഓരോരോ ദിവസം ഞങ്ങൾക്ക് ആവശ്യത്തിലുള്ള ഭക്ഷണം തന്നോട്ടെ. സമയത്തിന് ബിഗ് ബോസ് തരട്ടെ. സമയത്ത് ബിഗ് ബോസ് തരും, നോക്കിയിരിക്കത്തേ ഉള്ളൂ. എന്തായാലും നെവിൻ പറഞ്ഞൊരു കാര്യമാണിത്. എന്തൊക്കെ വേണമെന്ന് എഴുതി തന്നാലേ. നെവിൻ്റെ മറുപടിക്ക് ലാലേട്ടൻ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് ഒന്ന് എഴുതി തന്നാലേ ഞങ്ങൾക്ക് അതിനനുസരിച്ച് തരാമല്ലോ. എന്തായാലും ഒരാഴ്ച ബിഗ് ബോസ് ഇനി ഉള്ളൂ. ഒരു പക്ഷേ കിച്ചണിൽ ഇനി വഴക്കൊന്നും വേണ്ടാന്നിരിച്ചിട്ട് ബിഗ് ബോസ് ടീം അംഗങ്ങൾ ഇവർക്ക് ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണം കൊടുത്താലോ, അഥവാ ബിരിയാണി വെച്ചാലോ. അടുത്ത പ്രൊമോ അപ്ഡേറ്റ്.